ഹായ് ഫ്രണ്ട്സ്, ജനവിചാരം ചാനലിലെ ഇന്നത്തെ ജനവിചാരം എന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മണപ്പാട്ടുചിറ വികസന സമിതിയിലെ അംഗങ്ങളാണ്. ലോകപ്രശസ്തമായ മലയാറ്റൂർ തീർത്ഥാടന കേന്ദ്രത്തോട് ചേർന്ന് കിടക്കുന്ന ഈ ഒരു ഇന്ത്യയിലെ തന്നെ മനുഷ്യനിർമ്മിതമായ ഏറ്റവും വലിയൊരു തടാകമാണിത്. ഇതിന്റെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് ഈ അംഗങ്ങൾ ഇന്ന് നമ്മോടൊത്ത് ചേർന്നിരിക്കുന്നത്. അപ്പൊ ഇവർക്ക് എന്താണ് പറയാനുള്ളത്, ഇവിടുത്തെ വികസനങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്ത് വികസിക്കാതെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇവരിൽ നിന്ന് തന്നെ കേൾക്കാം. അപ്പോൾ ഈ റോബിൻസ് പാർക്കിൽ വെച്ച് നടക്കുന്ന ഈ ഒരു ചർച്ചയിലേക്ക് മണപ്പാട്ടുചിറയുടെ വികസന സമിതി അംഗങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഈ പ്രദേശത്തെ ഈ ഒരു മണപ്പാട്ടുചിറയെ കുറിച്ച് രണ്ടു വാക്ക് പറയാൻ നമ്മുടെ റാഫേൽ ചേട്ടനെ ക്ഷണിക്കുകയാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകമാണ് മണപ്പാട്ടുചിറ. ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും പുറത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണത് മലയാറ്റൂർ. തോമാശ്രീയുടെ വരവോടുകൂടി തന്നെ മലയാറ്റൂർ ലോക ചരിത്രത്തിൻ്റെ ഏടുകളിൽ ഇടം പിടിച്ചു. ഇന്ന് വികസനത്തിൽ നിന്ന് വികസനത്തിലേക്ക് വരുവാൻ ഒത്തിരിയേറെ സാധ്യതകളുള്ള, പ്രത്യേകിച്ച് ടൂറിസം മേഖലയിൽ അനന്ത സാധ്യതകളുള്ള ഒരു പ്രദേശമാണ് മലയാറ്റൂർ. അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന നക്ഷത്ര തടാകം ഇനിയും ഒത്തിരി ആളുകളെ ഇന്ത്യയിലെ തന്നെ ഒരു നമ്പർ 1 ടൂറിസ്റ്റ് സെൻ്ററാക്കി ഇതിനെ മാറ്റാൻ കഴിയുന്ന വിധം സൗന്ദര്യം ഈ പ്രദേശത്ത് തുളുമ്പി നിൽക്കുന്നുണ്ട്. അതിന് വേണ്ട അനിവാര്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. മലയാറ്റൂരിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങൾ: ഒന്ന് ടൂറിസം മേഖലയിലുള്ള വളർച്ച, മറ്റൊന്ന് കർഷകർ നേരിടുന്ന വന്യമൃഗങ്ങളിൽ നിന്നുള്ള ആക്രമണങ്ങൾ. ഇത് രണ്ടിനെയും നമുക്ക് ഒരേ സമയം തന്നെ ഇതിനൊരു പോംവഴി കണ്ടെത്താൻ കഴിയുന്നത് ഇവിടെ നിന്ന് തുണ്ടം ഭൂതത്താൻകെട്ടിലേക്കുള്ള ഒരു വഴിയുണ്ട്. അത് വർഷത്തിൽ ഒരാഴ്ചയാണ് തുറന്നു കൊടുക്കുന്നത്. അതിന് റെഗുലറൈസ് ചെയ്യുകയാണ് എങ്കിൽ മൂന്നാർ, ഭൂതത്താൻകെട്ട്, മലയാറ്റൂർ റൂട്ട് തുറന്നു കിട്ടും. അതിലൂടെ ധാരാളം ടൂറിസ്റ്റുകൾ ഈ പ്രദേശത്തേക്ക് വരികയും വന്യമൃഗങ്ങളിൽ നിന്ന് കർഷകർക്ക് ഒരു സംരക്ഷണം ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ടൂറിസം മേഖലയ്ക്ക് ഈ ഒരു പാത തുറന്ന് ലഭിക്കേണ്ടത് അനിവാര്യമാണ്. അതിരപ്പള്ളിയിൽ നിന്ന് മൂന്നാർ ഭാഗത്തേക്ക് പോകുന്ന ജനങ്ങൾ ഇതിലൂടെയാണ് പോകുന്നത്. അതുപോലെ തന്നെ വലിയ പൈസ മുടക്കില്ലാതെ ചെയ്യാൻ കഴിയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ് മണപ്പാട്ടുചിറയിൽ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. അതിനൊന്നും ഒത്തിരിയേറെ വലിയ സാമ്പത്തിക ബാധ്യതകളൊന്നും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെ ചിറയ്ക്ക് ചുറ്റും എവിടെയെങ്കിലും 4-5 സ്ഥലത്ത് ഓരോ ചെറിയ രീതിയിലുള്ള ഫൗണ്ടൻ സ്ഥാപിക്കുക. ഇതുപോലെ ലളിതമായ രീതിയിലുള്ള ഒരു ഡെക്കറേഷൻ ഇവിടെ നടത്തുകയാണ് എങ്കിൽ മണപ്പാട്ടുചിറ നല്ല ഒരു ടൂറിസ്റ്റ് സെൻ്ററായി മാറും. കൂടാതെ ഇതിനോട് അനുബന്ധമായിട്ട് തന്നെയാണ് പാണിയിൽ പോര്, അഭയാരണ്യം, കാലടി സ്തൂപം, ഇതെല്ലാം ഉള്ളത്. അതുകൊണ്ട് ഈ പ്രദേശം പ്രത്യേകിച്ച് എയർപോർട്ടിൽ നിന്ന് 15-16 കിലോമീറ്റർ അകലത്തിലായ കാരണം കൊണ്ടും വിദേശികൾക്ക് ഇവിടെ വന്നു പോകുവാനായിട്ട് എളുപ്പമാണ്. ഈ വക കാര്യങ്ങളെല്ലാം ജനപ്രതിനിധികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. എൻ്റെ പേര് കെ വത്സൻ. നമ്മുടെ മലയാറ്റൂരിലെ ഏറ്റവും പ്രാധാന്യമറിയിക്കുന്നതും മലയാറ്റൂർ പഞ്ചായത്തിൻ്റെ തന്നെ തനത് വരുമാനം വർദ്ധിപ്പിക്കാൻ ഒതുങ്ങുന്നതുമായ പ്രദേശം നമ്മുടെ മലയാറ്റൂർ മണപ്പാട്ടുചിറ പ്രദേശം അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമാണ് എന്ന് കേന്ദ്ര സർക്കാർ വരെ പ്രഖ്യാപിച്ചിട്ടും അതിനനുസരിച്ചുള്ള ഒരു വികസനം കൊണ്ടുവരാൻ നമുക്ക് കഴിയുന്നില്ല. ഒത്തൊരുമയോടെയുള്ള പ്രവർത്തനം സംഘടിപ്പിച്ചുകൊണ്ട് ഗ്രാമ, സംസ്ഥാന, കേന്ദ്ര സർക്കാരുകളുടെ സഹകരണത്തോടെ അതോടൊപ്പം തന്നെ പ്രൈവറ്റ് ടീമിനെ കൂട്ടിയോജിച്ചുകൊണ്ടുള്ള ഒരു സംയോജിത വികസന പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ട് മാത്രമേ ഇവിടെ മലയാറ്റൂർ മണപ്പാട്ടുചിറ എന്ന ഈ അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ജനങ്ങളെ ആകർഷിക്കാനും കഴിയുള്ളൂ എന്ന യാഥാർത്ഥ്യം നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനനുസരിച്ചുള്ള ഒരു കൂട്ടായ്മ വളർത്തിയെടുക്കാൻ മലയാറ്റൂർ മണപ്പാട്ടുചിറ വികസന സമിതി അംഗങ്ങൾ കഴിഞ്ഞ 2-3 വർഷക്കാലത്തിനിടയ്ക്ക് പല ചെറിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് തുടർന്നും
സംഘടിപ്പിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പേര് തോമസ് കാടപ്പുറം. ഇത് ശുദ്ധജല തടാകം എന്നാണ് മണപ്പാട്ടിയറ തടാകത്തിന്റെ പേര് എങ്കിലും പക്ഷെ അത്ര ശുദ്ധജലം അല്ലാത്ത രീതിയിലാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ പെരുന്നാൾ സീസണിലൊക്കെ ഒരുപാട് അഴുക്കുകൾ വന്ന് ഒരു മലിനീകരണപ്പെട്ട രീതിയിലാണ് മണപ്പാട്ടിയറ ഈ വെള്ളം കിടക്കുന്നത്. അതിന് ഒരു പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട്. അതേപോലെ ഈ ചിറക്ക് ചുറ്റും കുറച്ച് വേസ്റ്റ് ബിന്നൊക്കെ വെച്ച് അത് വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് ഈ കച്ചവടക്കാരുടെ ആയാലും കച്ചവടക്കാരുടെ പേരിൽ നടപടികൾ എടുക്കേണ്ടതുമുണ്ട്. അതെല്ലാം അങ്ങനെ തന്നെ ഈ റോഡ് സൈഡിലുള്ള കടകളുണ്ട്, ഈ പെട്ടിക്കടകൾ പോലെയുള്ള അവിടെ ഈ കണ്ണിക്കണ്ട ഭക്ഷണ പദാർത്ഥങ്ങളുടെ വേസ്റ്റൊക്കെ ഈ മണപ്പാട്ടിയറയ്ക്ക് അകത്താണ് വരുന്നത്. അതുപോലെ തന്നെ പല സ്ഥലവും ചിറ ഇടിഞ്ഞു വീഴാറായി കിടക്കുന്നുണ്ട്. കെട്ട് പഴയ കാലത്ത് കെട്ടിയിരുന്ന കെട്ട് പലതും ഇടിഞ്ഞു വീഴുന്ന അവസ്ഥയിലുണ്ട്. റോഡ് നശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിന് ഒരു പരിഹാരം അത് ബന്ധപ്പെട്ട അധികാരികൾ പഞ്ചായത്ത് PWD ഒക്കെ ബന്ധപ്പെട്ട് ഇടമലയാറും ബന്ധപ്പെട്ട് അത് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഇടമലയാറിനെ ഏൽപ്പിച്ചുകൊണ്ട് അതിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഞാൻ അറിഞ്ഞത് കുറച്ച് കാര്യങ്ങൾ പഞ്ചായത്തിനേക്കാൾ കൂടുതൽ കുറച്ച് കാര്യങ്ങൾ ഈ ജലവിഭവ വകുപ്പിന് ചെയ്യാൻ സാധിക്കും. അതിന് അവർക്ക് ഫണ്ടുണ്ട്. അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ അതിന് ബന്ധപ്പെട്ട അധികാരികളുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുകയാണെങ്കിൽ അത് ചെയ്യാൻ സാധ്യതയുണ്ട്. അല്ല, അപ്പൊ ഞാൻ ചോദിക്കാനുള്ളത്, അപ്പൊ ഈ നമ്മുടെ മണപ്പാട്ടുചിറ വികസന സമിതി ഈ അധികാരികളൊക്കെ ആയിട്ട് എപ്പോഴെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടോ? ബന്ധപ്പെട്ടിട്ടുണ്ട്. പല സമയത്തും ഇവിടെ ഞാൻ ബന്ധപ്പെട്ടിട്ടില്ലെങ്കിലും നമ്മളെ ഈ റാഫേൽ ഉൾപ്പെടെയുള്ള ആളുകൾ പല സമയത്തും വത്സൻ ഉൾപ്പെടെയുള്ളവർ മന്ത്രിതലത്തിൽ വരെ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് നമ്മുടെ അറിവ്. അപ്പൊ അത് മറ്റു കാര്യങ്ങളൊക്കെ അവർക്ക് തന്നെ സംസാരിക്കാൻ സാധിക്കും. അതൊന്ന് ഊർജിതമായിട്ട് കൊണ്ടുപോകണം എന്നാണ് പറയാനുള്ളത്. ഓക്കെ. ഫ്രാൻസിസ് കല്ലുക്കാരൻ 2020 അങ്കമാലി നിയോജകമണ്ഡലം പ്രസിഡന്റാണ്. ചെറിയുടെ വികസനത്തോടൊപ്പം ടൂറിസത്തെ കേന്ദ്രീകരിച്ചിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ നമുക്ക് പബ്ലിക്കിനെ ഈ വശത്തോട്ട് പരമാവധി എത്തിക്കാനുള്ള സംവിധാനമാണ് ആദ്യം വേണ്ടത്. അങ്ങനെ സംവിധാനത്തിന് ഏറ്റവും വേണ്ടത് നമുക്ക് വരാന്തികളിൽ ഒരു കലാപരിപാടികൾ സ്ഥിരമായിട്ട് എല്ലാ വരാന്തികളും വരുത്താനായിട്ടുണ്ടെങ്കിൽ ജനം അങ്ങോട്ട് വരും. അതുകൂടാതെ നമ്മുടെ ഈ പാർക്കിന്റെ ഇന്നറിൽ കൂടെ അത് ഈ തടാകത്തിന്റെ ഇന്നറിൽ കൂടെ ഒരു വാക്കേ ഉണ്ടാക്കിയത്. ഇപ്പോൾ വാഗമണിലൊക്കെ അങ്ങനെ ഒരു ഗ്ലാസ് വാക്കൊക്കെ ഉണ്ട്. ഇതുപോലെ വാക്കേ ഉണ്ടാക്കിയാൽ അതിനൊക്കെ എൻട്രൻസ് ഫീസ് ഒക്കെ വെച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള ആൾക്കാരെ ഈ ആൾക്കാർ ഇവിടെ വന്ന് നമുക്ക് ഇതിന് വലിയൊരു വികസനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അത് ഏറ്റവുമായിട്ട് വേണ്ടത് നമ്മുടെ പഞ്ചായത്തും നമ്മുടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റും നമ്മുടെ PWD ഡിപ്പാർട്ട്മെന്റും ടൂറിസം ഡിപ്പാർട്ട്മെന്റും കൂടി ഒത്തൊരുമിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലെ വികസന പ്രവർത്തനം നടത്താൻ പറ്റുള്ളൂ. അതിനുവേണ്ടി എല്ലാ ജനങ്ങളും പ്രത്യേകിച്ച് നാട്ടുകാർ ഉൾപ്പെടെ വരുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംയുക്തമായ ഒരു സംവിധാനത്തിൽ കൂടെ മാത്രമേ ഇത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതിന് ആര് മുൻകൈ എടുക്കുമെന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതാണ്. അല്ല, ഞാൻ പറയുന്നത് അതിന് നിങ്ങൾ വികസന സമിതി തന്നെ മുൻകൈ എടുത്ത് ഇവരെ ഓരോരുത്തരെയും അപ്രോച്ച് ചെയ്യണം. നമ്മൾ ഒരു കാര്യം എന്തായാലും മനസ്സിലാക്കണം, ഒരാളും നമുക്കൊന്നും വെറുതെ കൊണ്ട് തരില്ല. ഒരാളും അതിനിപ്പോൾ ഭരണാധികാരികളായിക്കോട്ടെ ഡിപ്പാർട്ട്മെന്റുകളായിക്കോട്ടെ കരയുന്ന കുഞ്ഞിന് മാത്രമേ പാലുള്ളൂ. അതായത് ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് ഞാൻ എല്ലാ ദിവസവും ഈ ചെറയുടെ ചുറ്റും നടക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവിടുത്തെ ഈ ചെറയുടെ ചുറ്റുമുള്ള ഒരു പുല്ല് പറിക്കണമെങ്കിൽ നമുക്ക് മറ്റൊരാളുടെ അനുവാദം വേണം. അപ്പോൾ വേറൊരാൾ അതിനെ കിട്ടും. ഇവിടെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമുണ്ട്. ഒറ്റ പൈസ ചെലവില്ലാതെ ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഇവിടെ തൊഴിലുറപ്പുകാരെ കാട് വെട്ടാൻ പോകും, തോട് നന്നാക്കാൻ, അതായത് ഇറിഗേഷൻ കനാൽ നന്നാക്കാൻ പോകും. ഇതിന് ചുറ്റുമുള്ള സ്ഥലം ഒന്ന് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. അത് എന്താണെന്ന് അന്വേഷിച്ച് നോക്കിയാൽ മതി. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്. ഇവിടെ നമുക്ക് നാട്ടുകാർക്ക് വേണ്ടി ചെയ്യാൻ പറ്റും. ഇവിടെ ഒറ്റ പൈസ ഇല്ലാത്ത ചെടികൾ, ഈ ജിഞ്ചർ ലില്ലി പോലെയുള്ള വാഴച്ചെടികൾ പോലെയുള്ള ചെടികൾ ചുറ്റും പൂക്കൾ ഏത് കാലത്തും 24, അതായത് 12 മാസം പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾ നമുക്ക് ഈസിയായിട്ട് 10 പൈസ ചെടികൾ നമുക്ക് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. സാധിക്കില്ല. കാരണം ഇതാണ് എന്താ പറഞ്ഞത്, ഇവർ തമ്മിലുള്ള ഒരു കോർഡിനേഷൻ ഇവിടെ ഇല്ല. അതിന് പല രാഷ്ട്രീയം കൂടി ഇതിനകത്ത് ഉണ്ടെന്ന് വെച്ചോ. ഓക്കെ. പേര് ലിബി തോമസ് ആണ്. ഞാൻ എൻ്റെ ഓഫീസ് കാക്കനാടാണ്. മരിയ ഹോളിഡേയ്സ് എന്ന് പറഞ്ഞൊരു ട്രാവൽ ഏജൻസി നടത്തുന്നു. മലയാറ്റൂരുമായിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട്. എനിക്ക് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് താമസവും കാര്യങ്ങളൊക്കെ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി ഈ ഇറ്റ്സ് ആൻ ഇന്റർനാഷണൽ ഡെസ്റ്റിനേഷനാണ് മലയാറ്റൂർ. പിൽഗ്രിംസ് സെന്റർ ഉൾപ്പെടെ ഉള്ള ഒരു ഇന്റർനാഷണൽ ഡെസ്റ്റിനേഷനിൽ ഇത്രയും വലിയൊരു തടാകം ഉണ്ടായിട്ട്
ഇതെന്തുകൊണ്ട് ഇത്രയും വർഷമായിട്ട് ഇതിന് യാതൊരു രീതിയിലുള്ള ഒരു അന്ന് കണ്ട, അതായത് ഞാനിവിടെ വരുമ്പോഴത്തേക്ക് ഒരു 25 വർഷം മുമ്പ് വന്നപ്പോഴത്തേക്ക് കാണുന്ന അതേ ഇതിൽ ഞാൻ ഇപ്പോഴും തടാകം. ഇവിടെ ഒരു ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നേരത്തെ റാഫേൽ സാർ പറഞ്ഞ പോലെ there are lot of pockets ഉണ്ട്. പോക്കറ്റ് നോട്ട്സ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പള്ളി എന്നുള്ള ഒരു ഡെസ്റ്റിനേഷൻ, അതൊരു നമുക്കൊരു നല്ലൊരു ഇന്നറാണ് ഇതിലേക്ക്. ഇവിടെ നിന്ന് നമ്മൾ ഭൂട്ടാൻകെട്ടിലേക്ക് മൂന്നാറിലേക്ക് പോകാനുള്ള ഒരു കാര്യങ്ങൾ അത് വളരെ ഇതാണ്. എല്ലാ രീതിയിലുള്ള റോഡ് ആക്സസ്, റോഡിലേക്കും ഒക്കെയുള്ള ഒരുപാട് നല്ല നല്ല രീതിയിൽ ആൾക്കാരെ നമുക്ക് ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടായി. എനിക്ക് മെയിനായിട്ട് ഇതിനകത്ത് പറയാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ കുറേ മീറ്റിംഗ്സിൽ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ നമ്മൾ ഇവിടുന്ന് പോയേക്കുന്ന കുറേ നിവേദനങ്ങൾ, അതായത് DTPC, അതായത് ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിലേക്ക് മുതൽ പഞ്ചായത്തിൽ നിന്ന് മുതൽ ഇത് ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലേക്ക്, കേരള സ്റ്റേറ്റ് ലെവലിലേക്കും അവിടുന്ന് പിന്നെ നമ്മളിത് കേന്ദ്രത്തിലേക്കും ഒക്കെ പോകാനുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊരു ഫോളോ അപ്സോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളോ നാളെ ഇതുവരെ ഇവിടുന്ന്, അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി ലോക്കൽ ബോഡി നമ്മളൊരു വികസന സമിതി കൂടെ ഉണ്ടാക്കി എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഇതിനകത്ത് കഷ്ടപ്പെട്ട് നമ്മൾ പറഞ്ഞു പഞ്ചായത്തിലേക്ക് നമ്മൾ മാക്സിമം പ്രഷർ കൊടുത്ത് നമ്മൾ അവരെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യിപ്പിക്കണം. ഇവിടുത്തെ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ തൊഴിലുറപ്പ് പദ്ധതിയിലുള്ള ആൾക്കാർ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടുത്തെ ക്ലീൻലെസ് ആണ് ഏറ്റവും നല്ല, അതായത് നല്ല എൻവയോൺമെന്റ്, നല്ല ഗ്രീൻ കേരള പറഞ്ഞുകൊണ്ടല്ല നല്ലൊരു ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൻവയോൺമെന്റ് നന്നാവണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വേസ്റ്റേജ്, ആ പ്രോബ്ലംസ് ഏറ്റവും ആദ്യമായിട്ട് പരിഹരിക്കേണ്ട കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഫെസ്റ്റിവൽ വരുന്ന സമയത്തും അതുപോലെ തന്നെ പെരുന്നാൾ വരുന്ന സമയത്തും ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് മാലിന്യ കൂമ്പാരങ്ങളാണ് ഇവിടെ വരുന്നത്. ഇപ്പൊ വേസ്റ്റേജിന് വേണ്ടി നമ്മൾ ഒരുപാട് എത്രയോ ആൾക്കാർ ഈവൻ ചെറിയ ചെറിയ ഡെസ്റ്റിനേഷനിൽ വരെ വേസ്റ്റേജ് നീക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് ഇത്രയും വലിയൊരു പ്രൊജക്റ്റ് ഉള്ള സ്ഥലത്ത്, അതായത് ഈ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ തടാകം എനിക്ക് ഇവിടെ നേരത്തെ പോലെ പറഞ്ഞു, ഇപ്പോഴും എനിക്കത് കൂടുതലായിട്ട് ഉറപ്പിക്കാൻ പറ്റുക. അത്രയും വലിയൊരു തടാകം, വേറൊരു ഫ്രഷ് വാട്ടർ ലൈക്കും തെളിയിക്കുന്ന ഒരു തടാകം എന്ന് പറയുന്നത് ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ഇവിടെ കുറെ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞപ്പോൾ സ്വിമ്മിങ് ആക്ടിവിറ്റി, സ്വിമ്മിങ്ങിന് വേണ്ടി നമുക്കിവിടെ ഒരു ഡേയ്സ് ഉണ്ടാക്കിയെടുക്കുക. 365 ഡേയ്സും നമുക്ക് ടൂറിസം ശരിക്കും ഇവിടെ നിലനിൽക്കണം. അതായത് നമുക്കൊരു സീസൺ മാത്രമല്ല, ഒരു നക്ഷത്ര തടാകം വരുന്ന ഒരു ഡിസംബർ 31 മുതൽ ഒരു 1 വീക്ക് നടത്തുന്ന ഒരു പ്രോഗ്രാം ആയിട്ട് ഇത് മാറാതെ ഇതൊരു 365 ഡേയ്സ് പ്രോഗ്രാം ആയിട്ട് തന്നെ ഇതിനൊരു കൊണ്ടുപോകാനായിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിട്ട് ഇപ്പൊ സ്വിമ്മിംഗ് ബേസ് ഉണ്ടാക്കുക. ഇവിടെ ലോക്കൽ നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ കയാക്കിംഗ് ഒക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ഒരു നല്ല രീതിയിലുള്ള ഒരു കൺസെപ്റ്റിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ ചെയ്യാൻ പറ്റുന്ന കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പം കുറെ ഫൗണ്ടൻസ് ഇവിടെ ചെയ്യാൻ പറ്റുന്നു, അതുപോലെ അങ്ങനെയുള്ളത്. പിന്നെ ഇതിനകത്ത് ഞാനിവിടെ കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത് എൻക്രോച്ച്മെന്റ്സ് ഓഫ് റോഡൊക്കെ എൻക്രോച്ച് ചെയ്ത് കയറുന്ന ഒരു ഇത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു പുല്ല് പറിക്കണ വരെ ആൾക്കാരുടെ അനുവാദം വാങ്ങിക്കണം. അതൊക്കെ എന്ന് പറഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ നാടിന്റെ തന്നെ ഏറ്റവും വലിയൊരു മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് മാറുന്ന ഒരു കാര്യമാണ്. അപ്പൊ there should be an authority should keep all these things. നമ്മൾ ഓരോ ദിവസവും ഓരോ ഡെയിലി ആക്ടിവിറ്റീസ്, രാവിലെ മോർണിംഗ് എന്തൊക്കെയാണ് നമുക്ക് ഈ തടാകമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇത് നോക്കാൻ വാച്ച് ചെയ്യാൻ വേണ്ടി ഒരു നല്ലൊരു സമിതി. അല്ല, ഞാൻ ചോദിക്കുന്നത് ഒരു ചെറിയ കാര്യം. ഇപ്പൊ നമ്മുടെ ഈ ഒരു മണപ്പാട്ടുചിറ വികസന സമിതിയെ ഇതിന്റെ സംരക്ഷണം ഏൽപ്പിച്ചാൽ എങ്ങനെയുണ്ടാവും? വികസന സമിതി എന്ന് പറഞ്ഞൊരു അതോറിറ്റി അല്ലല്ല, അതോറിറ്റി അല്ലെങ്കിൽ നമുക്ക് എല്ലാ ഇങ്ങനത്തെ ലോക്കൽ ബോഡികൾ ഉണ്ടല്ലോ, എല്ലാ അതാത് സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കമ്മിറ്റികൾ രൂപീകരിക്കുകയും ആ കമ്മിറ്റിയുടെ മേൽനോട്ടത്തിൽ അവിടുത്തെ കാര്യങ്ങൾ നടത്തുന്ന ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ ഈ ഒരു സമിതി അതിന് മുന്നോട്ട് വരുമോ? അങ്ങനെ സർക്കാർ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ഓഫർ വന്നാൽ അങ്ങനെ വരും. പക്ഷേ ഇവിടെ ധാരാളം സമിതികളുണ്ട്. ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞങ്ങളെല്ലാം കൂടി ഇവിടെ ഇതെല്ലാം ക്ലീൻ ചെയ്ത് മോർണിംഗ് വാക്ക് സിസ്റ്റം, ചെടികളെല്ലാം വെച്ച് പിടിപ്പിച്ച്, പക്ഷെ അതിന് ഇല്ലാത്ത ആക്ഷേപങ്ങളിലൂടെ മോശമായി സമൂഹ രംഗത്ത് പ്രചരിപ്പിക്കുന്ന ഒരു സംവിധാനമുണ്ട് ഇവിടെ. അപ്പൊ ആ സംവിധാനം നിലനിൽക്കുന്നിടത്തോളം കാലം ഒരു സ്വതന്ത്ര സംഘടനയും അത് മുന്നോട്ട് വരില്ല എന്നാണ് തോന്നുന്നത്. ഞങ്ങൾ തയ്യാറാണ്, അങ്ങനെ ഒരു ഞങ്ങളെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. ഒരു നല്ല എൻവയോൺമെന്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വി ആർ ഓൾവേസ് റെഡി. കുമാരൻ മലയാറ്റോ എന്നാണ് അറിയപ്പെടുന്നത്. ഞാൻ എഴുത്തുകാരനും ചെറിയൊരു കലാകാരനും കൂടിയാണ്. ഇപ്പൊ ഈ എന്റെ കാഴ്ചപ്പാട് ഒരു 25 വർഷം വെച്ച് ഇത് കണക്കൂട്ടി കഴിഞ്ഞാൽ തന്നെ നല്ലൊരു കമ്മിറ്റിയോ ഒരു ചർച്ചയോ ഇതിന്റെ വികസനത്തെ പറ്റി ഇന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് ഈ പോക്കറ്റ് ഇതുപോലെ ഈ ചർച്ചയല്ലാണ്ട് ഇതിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിന് മുകളിലേക്ക് ഇടപെടുകയോ ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഈ ചിറയുടെ തന്നെ പലരും വന്ന് കാണുമ്പോൾ തന്നെ ഈ ചിറ
കാണുന്നു, ഈ ഇതിന് മല കാണുന്നു. പക്ഷെ മലയിൽ തന്നെ നമ്മൾ കുറെ നശിപ്പിച്ചു. കാരണം നല്ല ഒന്നാം തരം മരങ്ങളെ വെട്ടി നശിപ്പിച്ചുകൊണ്ട് അവിടെ യൂക്കാലും വെച്ചു. എൻ്റെ ഓർമ്മയിൽ ഞാൻ കയറി ചെന്ന അവിടെ ഒരു ബാല്യക്കുഴി എന്ന് പറഞ്ഞ വെള്ളം അവിടെ ഈ പുതിയറാഴ്ചക്ക് വെള്ളം കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഇതൊക്കെയാ ഞാൻ കുടിച്ചിട്ടുണ്ട് വെള്ളം എൻ്റെ ചെറുപ്പത്തിൽ. അപ്പം ആ പ്രദേശങ്ങളൊക്കെ നശിച്ചു. കാരണം ഇന്ന് മഴ തോർന്ന് ഒരാഴ്ചക്കുള്ള അവിടെ വെള്ളം വെച്ചാണ്. മറ്റത് ഏതാണ്ട് നമ്മുടെ ഈ ഒരു അടുത്ത മഴ പെയ്യുന്നവരെ വെള്ളം ഒഴുകിയിരുന്നു. അതൊക്കെ നശിപ്പിച്ചു നമ്മൾ. പക്ഷെ എന്നാൽ കരി വെട്ടി മാറ്റിയെന്ന് നമുക്ക് പിന്നെ തേക്ക വെച്ചു കൊടുത്തിട്ട് ഈ മൃഗങ്ങളും ഒക്കെ ഈ ആനയൊക്കെ വരാൻ കാരണം എന്താ? നമ്മുടെ ഈറ്റച്ചോരകളും അതുപോലെ മുളകളൊക്കെ വെട്ടി നശിപ്പിച്ചു. അത് നശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അതൊക്കെ തിന്നാനില്ലാണ്ട് വന്നു. അപ്പൊ അങ്ങനെ ഇങ്ങനെ നാട്ടിലേക്ക് ഇറങ്ങിയതാ. ഇനി ഇങ്ങോട്ട് കുടിക്കാൻ വെള്ളം വേണ്ടേ? അപ്പൊ നമ്മുടെ എല്ലാവരും കൂടി നല്ലൊരു സംഘടന രൂപീകരിച്ചു. നമ്മുടെ നാടാണ് അടുത്ത തലമുറ ജീവിക്കണം, ഇത് അടുത്ത തലമുറ ജീവിക്കരുന്നുള്ള രീതിയിലാണ് ഇപ്പൊ ഇന്നത്തെ. അല്ല, നമ്മളെല്ലാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ശേഷം ഇവിടെ പ്രളയമൊന്നുമല്ല, തലമുറകൾ വരാനുള്ള ഭൂമിയാണിത്. അങ്ങനെ വേണം. അതിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കാം. നമ്മൾ മാത്രം ജീവിച്ച പോരാ, നമ്മുടെ മക്കളും. കാരണം നമ്മുടെ പൂർവികർ അങ്ങനെ ചിന്തിച്ചോണ്ടാണ് നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നത്. കോണമെടുത്ത് പണിയെടുത്ത പഴയ കാരണന്മാർ പണിതന്നെ ചെറ പഴയ രാജാക്കന്മാരുള്ളപ്പോ ഈ അതുപോലെ തന്നെ നമ്മുടെ മലയാളത്തിൽ ചെറിയ ചെറിയ ചിറകളുണ്ട്. അതും ഈ ചെറിയ കൃഷിക്ക് വേണ്ടിയിട്ടാണ്. ആ ഒരു ചിന്താഗതി ഇന്നില്ല. നമ്മൾ ഇന്ന് 1970 നമ്മുടെ ബുദ്ധി ആയിട്ടും നമ്മുടെ അടുത്ത തമിഴ്നാട്ടുകാർ അവരെയാണ്ട് 2030 ഞാൻ അതുകൊണ്ട് നമ്മളെല്ലാവരും സഹകരിച്ച് നല്ല സംഘടന ഉണ്ടാക്കി നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഇതിനു വേണ്ടി വലിയൊരു ഊർജം പകർന്ന് നല്ലൊരു നമ്മുടെ നാടിനെ കെട്ടിപ്പടുക്കി വരാനും പുറത്തുനിന്ന് വന്നവർക്ക് ഒരു ആകർഷണമായിട്ടുള്ള ഒരു കേന്ദ്രം പണിയാനും കൂടി നമ്മൾ സഹകരിച്ച് പക്ഷെ നമ്മളിങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് വേണ്ട രീതിയിലുള്ള ഒരു സഹകരണം വന്നില്ലല്ലോ. സഹകരണം വന്നപ്പോഴാണ്. അപ്പം ആ ഒരു സഹകരണം ഉറപ്പാക്കണം. നമ്മുടെ ഏതൊരു സമൂഹത്തിലും ആ ഒരു പ്രദേശത്ത് ഒരു കാര്യം നടക്കണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഓരോ വ്യക്തികളും അതിന് മുന്നോട്ട് വരണം. അല്ലാതെ കുറച്ച് പേരുടെ താല്പര്യം കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ അതിനൊരു വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കാതെ വരും. എൻ്റെ പേര് MA വർഗീസ്, കോടനാടാണ് എൻ്റെ വീട്. ഞാൻ റെയിൽവേ റിട്ടയർ ചെയ്തിട്ട് ഇപ്പോൾ 12 വർഷമായി. സ്പോർട്സിലാണ് എൻ്റെ മികവ്. ഞാൻ 10 വർഷം ഇന്ത്യ നാഷണൽ ചാമ്പ്യനായിരുന്നു. 2 പ്രാവശ്യം ഇന്ത്യ റെപ്രസെന്റ് ചെയ്ത് ഇന്ത്യക്ക് വേണ്ടി ഗോൾഡ് മെഡൽ വാങ്ങിയിട്ടുണ്ട്. സൗത്ത് ഏഷ്യൻ ഗെയിംസിൽ, പിന്നെ ഇന്തോ റഷ്യൻ ടെസ്റ്റ്, പിന്നെ 2 മത്സരങ്ങളിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഗോൾഡ് മെഡൽ വാങ്ങിയിട്ടുണ്ട്. എൻ്റെ നാടാണ്. ഇവിടെ മുൻപുള്ളവരൊക്കെ പറഞ്ഞ പോലെ ഈ മലയാറ്റൂർ പിൽഗ്രിം സെന്റർ ഉണ്ട്. ഈ ചെറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടൂറിസ്റ്റ് രംഗത്ത് വളരെ പ്രയോജനപ്പെടുത്താവുന്ന ഒരു സ്പോട്ടാണിത്. മുൻപ് പറഞ്ഞ പോലെ ഇത് സ്വിമ്മിങ്ങിന് പറ്റിയ സ്ഥലമാണ്. ഈ അടുത്ത കാലത്ത് ഇവിടെ ഒരു ബോട്ട് റേസ് വെച്ചു, അതും ഭംഗിയായിട്ട് ഇവിടെ നടത്താൻ പറ്റി. പിന്നെ ഇതിന് ചുറ്റും മാരത്തോൺ ഓടി. അങ്ങനെ പല രീതിയിലും ഇവിടെ നല്ല ഒരു സാധ്യതയുള്ള സ്ഥലമാണ്. പിന്നെ ഇതിനോടനുബന്ധിച്ച് കോടനാടും ഓര് മറ്റ് അടുത്തുള്ള പ്രദേശങ്ങളിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലുണ്ട്. ബോത്താങ്കട്ട്, ഇതെല്ലാം ലിങ്ക് ചെയ്ത് ഒരു ടൂറിസ്റ്റ് സർക്യൂട്ട് ഉണ്ടാക്കിയാൽ വളരെ നല്ല കാര്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇതൊക്കെയാണ് എനിക്ക് കൂടുതലായിട്ട് പറയാൻ ഉള്ളത്. അല്ല, ഇപ്പൊ ആ ഒരു സർക്യൂട്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് KSRTCക്ക് പല ടൂറിസ്റ്റ് ട്രിപ്പുകളുണ്ട്. മലക്കപ്പാറ പോവാം, ഇന്നടത്ത് പോവാം എന്ന് പറയുന്ന പോലെ ഇവിടുത്തെ ഒരു 5 സ്പോട്ടിനെ ക്ലബ് ചെയ്തുകൊണ്ട് ഒരു ടൂറിസ്റ്റ് ട്രിപ്പ് രാവിലെ പുറപ്പെട്ട് അല്ലെങ്കിൽ വൈകുന്നേരം തീരുന്ന രീതിയിലുള്ള ഒരു ട്രിപ്പൊക്കെ നിങ്ങൾക്ക് അതിനൊരു മുൻഗണന എടുത്ത്, അതായത് KSRTCക്ക് അങ്ങനെ ഒരു പ്രൊപ്പോസലൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അങ്ങനെ ഒരു സാധ്യതകൾ നമുക്ക് ഡെവലപ്പ് എടുക്കാൻ പറ്റും. കാരണം ഇത് എന്താ അല്ല, അതാ പറഞ്ഞത്. അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരാളും നമുക്കൊന്നും കൊണ്ടു തരില്ല. നമ്മൾ വിശപ്പുള്ളവരാവണം, നമ്മൾ അതിന്റെ പുറകെ നടക്കണം. എങ്കിൽ മാത്രമാണ് ഒരിക്കലും അതുപോലെ നമ്മൾ ചെയ്യുന്ന കാര്യം നമുക്ക് വേണ്ടിയാണെന്നോട്ട് ചിന്തിക്കുകയും ചെയ്യരുത്. നമ്മുടെ വരും തലമുറകൾക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതുവരെ ആരും പ്രതിപാദിക്കാത്തൊരു കാര്യമായിട്ട്. അതുകൊണ്ടാണ് എന്താ ചെയ്യുന്നത്? ഞാൻ ചെയ്യുന്നത് എനിക്ക് കൃഷിപ്പണിയാണ്. കൃഷിപ്പണിയൊക്കെ
ഇത് ലാഭത്തിലാണോ? കൃഷിപ്പണിയൊക്കെ നഷ്ടത്തിൽ തന്നെയാണ്. ഇനിയിപ്പോ അതിനെ കുറിച്ച് കുറച്ച് അടയ്ക്കാവുന്ന കാര്യമായിട്ട് പോണേ. പിന്നെ ഇപ്പൊ എനിക്ക് പറയാനുള്ളത് ഈ ചിറയ്ക്ക് ചുറ്റും MP മാണിയിട്ട ലൈറ്റുകള് ആണ് ഇപ്പൊ 2 ആഴ്ച മുന്നേ സേവിയാർ കുറച്ച് അല്ലല്ല, അത് എത്ര വർഷം മുമ്പാണ് ഇട്ടത്? അത് MP മാണി ഇപ്പൊ 36 വർഷം 32 എന്തോ പറയണ 30 വർഷം മുമ്പാണ് എന്തായാലും. അതിന്റെ ലൈറ്റ് ഇപ്പൊ സേവിയാർ ഇപ്പൊ 2 മാസമായുള്ള പഞ്ചായത്ത് കഴിഞ്ഞിട്ട്. അപ്പൊ അത് കഴിഞ്ഞപ്പോ ഈ കഴിഞ്ഞ ആഴ്ചയിൽ സേവിയാർ വന്ന കുറെ ലൈറ്റുകൾ തെളിച്ചു ആ കേബിള് ശരിയാക്കിയിട്ട്. പിന്നെ അതിനുശേഷം ഇവിടെ വന്ന MLA മാര് മാറി മാറി എല്ലാ MLA മാരുടെയും PJ ജോയി തുടങ്ങി ഇങ്ങടേക്ക് തെറ്റയുടെ ഇട്ടിട്ടുണ്ട്, ഇപ്പൊ റോജിയുടെ ഇട്ടിട്ടുണ്ട്. ഇവരെല്ലാവരും ലൈറ്റ് ഇട്ടിട്ടുള്ള ആ ലൈറ്റുകളൊന്നും ഒന്നും കത്തണില്ല. അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഗുഡ്. നമ്മുടെ ഈ നീലീശ്വരം മലയാറ്റൂർ പഞ്ചായത്തും അതുപോലെ വേങ്ങൂർ പഞ്ചായത്തും അനുബന്ധിച്ചുള്ള പൂപ്പടി വേങ്ങൂരും ഇത്രയും പഞ്ചായത്തുകൾക്ക് ടൂറിസത്തിന് ഒത്തിരി സാധ്യതകളാണ്. നമ്മൾ കാണുന്നതിൽ അപ്പുറം സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇവിടെ തന്നെ ഈ മലയാറ്റൂര് പെരുന്നാളിനോടനുബന്ധിച്ചും മറ്റേ ന്യൂ ഇയറിനോടനുബന്ധിച്ചും ഇവിടെ മണപ്പാട്ടിച്ചിറയിൽ പ്രോഗ്രാമൊക്കെ നടത്തുന്ന നക്ഷത്രം, അതായത് 10,000 കണക്കിന് നക്ഷത്രങ്ങളൊക്കെ വയ്ക്കുന്നുണ്ട്. പക്ഷേ വരുന്ന ടൂറിസ്റ്റുകൾക്കും ആളുകൾക്കും ഒന്നും ഇതെല്ലാം കാണാൻ അവസരമില്ല. കാരണം ചുരുങ്ങിയ ദിവസം, ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസമൊക്കെ ഉള്ളൂ. അത് കുറച്ച് ദിവസം കൂടി നീട്ടുകയാണെങ്കിൽ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തുള്ള ഒരു പ്രോഗ്രാമാണ്. അത് കാണാനുള്ള അവസരം എല്ലാ ജനങ്ങൾക്കും കിട്ടില്ല. ഒത്തിരി അകലെ നിന്നുള്ള ആളുകൾ ഇത് കാണാൻ താല്പര്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇവിടെ അതിനുള്ളൊരു അവസരമില്ല. അതുപോലെ തന്നെ ഇവിടെ ടൂറിസ്റ്റുകൾക്ക് കുറേ അവസരം വേറെയുണ്ട്. അതായത് വന്യമൃഗങ്ങൾ ശരിക്കും വരുന്നുണ്ട്. ജനങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ഉപദ്രവമാണ് അത്, മൃഗങ്ങൾ വരുന്നു എന്നുള്ളത്. പക്ഷെ ആ വരുന്നതും നമുക്ക് ടൂറിസത്തിന്റെ ഭാഗമാക്കാൻ കഴിയും. കാരണം പുഴയ്ക്ക് ഇക്കരെ ഈ പുഴന്തീരം കെട്ടുകയാണെങ്കിൽ, അതായത് ഒരു 10 അടി ഉയരത്തിൽ കരിങ്കൽ കെട്ട്, ഈ മലയാറ്റൂർ പാലം തൊട്ട് പൂത്താക്കെട്ട് പാലം വരെ കരിങ്കലിന് കെട്ട് കെട്ടുകയാണെങ്കിൽ മൃഗങ്ങൾക്ക് പുഴയിലോ പുഴയ്ക്ക് അക്കരെ നിൽക്കാൻ കഴിയും. അതുപോലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾക്ക് ഈ മൃഗങ്ങളെ പുഴയിലേക്ക് കാണാനും കഴിയും. ആ കെട്ട് ഈ മണ്ണിടിച്ചിൽ തടയുകയും ചെയ്യും. അപ്പൊ ജനങ്ങൾ, അതായത് 4 പഞ്ചായത്തുണ്ട് ശരിക്കും പറഞ്ഞാൽ, പിണ്ടിമന, കോട്ടപ്പടി, വേങ്ങൂര്, അങ്ങനെ പൂപ്പടി, പിന്നെ 4 പഞ്ചായത്തുകൾ. ഈ 4 പഞ്ചായത്തുകളും സുരക്ഷിതമാവും, ജനങ്ങൾ സുരക്ഷിതമാവും. അപ്പം ജനങ്ങളും മൃഗങ്ങളുമായിട്ടുള്ള ഒരു സംഘർഷം ഒഴിവാകും. അതിനോടൊപ്പം തന്നെ ടൂറിസം വിജയിക്കുകയും ചെയ്യും. അത് ഈ ഇങ്ങനെ പുഴന്തീരം ഈ സൈഡ് കെട്ടുകയാണെങ്കിൽ ഒരു ട്രക്കിംഗ്, ഒരു റോഡ് സൃഷ്ടിക്കുകയാണെങ്കിൽ സൈക്കിൾ സവാരിയോ അല്ലെങ്കിൽ ട്രക്കിംഗ്, ഇവിടുന്ന് പൂത്താങ്കെട്ട് വരെ ട്രക്കിംഗ്, ഇതൊക്കെ ശരിക്കും ഒരു DOT അടിസ്ഥാനത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. DOT അടിസ്ഥാനത്തിൽ സർക്കാർ ഒരു പൈസയും മുടക്കണ്ട. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതിലെ പോകുന്ന വാഹനങ്ങൾക്കും ഇതിൽ പോകുന്ന ടൂറിസ്റ്റുകൾക്കും എല്ലാ മൃഗങ്ങളെ പുഴയിലൂടെ കാണാം. അപ്പൊ അങ്ങനെ ഒരു വികസന സാധ്യതയുണ്ട്. നല്ലൊരു വരുമാനം സർക്കാരിനും കിട്ടും, ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു വരുമാനം കിട്ടും. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതമാണ്. ഈ 4 പഞ്ചായത്താണ് രക്ഷപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾക്ക് ഒരു സുരക്ഷിതത്വമില്ല. ഇവിടെ മൃഗങ്ങളെ പിടിച്ചിട്ട് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം. അപ്പൊ മണപ്പാട്ടിച്ചിറ വികസന സമിതിയുമായി നടത്തിയ ഈ ഒരു ചർച്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ ബന്ധുമിത്രാദികളെ ഷെയർ ചെയ്യുക. ഇതുപോലെ ഒരു ഗ്രാമത്തിൽ, ഒരു പഞ്ചായത്തിൽ, നിങ്ങളുടെ റെസിഡൻഷ്യൽ ഏരിയയിൽ ഇങ്ങനെ ഒരു ചർച്ച നടത്താൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. അപ്പോൾ ഇവിടുത്തെ ഈ മെമ്പേഴ്സ് പറഞ്ഞ വികസനവുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും ഇവിടുത്തെ അധികാരികളുടെ ശ്രദ്ധയിൽ പെടട്ടെ, ഇവിടെ വികസനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതുപോലെ ഇന്ന് നമുക്ക് ഈ ഒരു അവസരത്തിന് ഈ ഒരു ഏരിയ, ഈ ഒരു ഹോട്ടൽ നമുക്ക് ഈ ഒരു ചർച്ചയ്ക്കായി ഒരുക്കി തന്ന റാഫേൽ ചേട്ടനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. പാർക്ക് മലയാറ്റൂർ ഈ പ്രദേശത്ത് നമ്മുടെ മണപ്പാട്ടിച്ചിറയുടെ തീരത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ഹോട്ടലിലാണ് ഈ ചർച്ചകൾ നടന്നത്. അതിന് എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.